നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. ഓണമെത്തിയതോടെ നേന്ത്രക്കായുടെ വിലവർദ്ധനവ് കല്ലൂർ മേഖലയിലെ വാഴ കർഷകർക്ക് ആശ്വാസമായി. ആലങ്ങാട് കർഷക സമിതിയിൽ നിന്നും വിപണിയിലേക്ക് എത്തിക്കുന്ന നേന്ത്രക്കായുടെ വില 65 രൂപയായി. ദേശീയപാതയിൽ മണലി പാലത്തിനു സമീപം റോഡിൽ രൂപപ്പെട്ട കുഴി അടച്ചതിൽ അപാകമെന്ന് പരാതി ഉയരുന്നു. അടച്ച കുഴിക്കരികിൽ ടാറിംഗ് കൂമ്പാരമായി റോഡിൽ തന്നെ കിടക്കുന്നത് അപകട ഭീഷണിയാണ്. കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ ഓറയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷവും മുടങ്ങാതെ തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമായി കൊടകരയിലെ കുംഭാര സമുദായം. വാർത്തകൾ വിശദമായി. ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. തോമസ് പള്ളിയടത്തിന്റെ പറമ്പിലെ 175 വാഴകളും 150 റബ്ബർ തൈകളും കാട്ടാന നശിപ്പിച്ചു. കിഴക്കേൽ ജോസിന്റെ പറമ്പിലെ 5 തെങ്ങുകൾ, ഷാജി കളത്തിനാലിന്റെ പറമ്പിലെ 1 തെങ്ങ് എന്നിവയും കാട്ടാന നശിപ്പിച്ചു. കാട്ടാനകൾക്ക് തടയായിരുന്ന സോളാർ ഫെൻസിങ്ങും അവ തകർത്തുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടാനയുടെ ശല്യം മൂലം കൃഷി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നും ഇതിന് പരിഹാരമാണ് ആവശ്യമെന്നും കർഷകർ പറഞ്ഞു. കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഇതിനുള്ള പരിഹാരം ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടത്. കൃഷി ചെയ്തിട്ട് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവർക്കും എന്ത് സാധനം ഇട്ടാലും അവർ വന്ന് അങ്ങനെ കളയാ. അത് വായിൽ വെക്കേണ്ട സമയമാകുമ്പോഴാണ് കളയുക. എല്ലാ കൊല്ലം ഇവിടെ ആന വരുന്നുണ്ട്. ആന തേക്കും കാട്ടി കൂടെ വരും. സാറുമാർ വന്ന് പൊക്കത്തോടെ സംഗതി വന്നിട്ട് ആട്ടി കഴിഞ്ഞ് പടക്കം പൊടിച്ചിട്ട് വെളുപ്പം കാലത്ത് കയറുക. അപ്പം ഇന്നൊരു മനുഷ്യണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പം എല്ലാ പ്രാവശ്യം വന്നത്. ഓടിച്ചാലും പോവില്ല ഒറ്റുങ്ങളെ. തോറ്റുപോയി മനുഷ്യന്മാർ. എന്നിട്ട് ചെയ്യേണ്ടത് ഇനി ഉദ്യോഗസ്ഥന്മാർ തന്നെ തീരുമാനിക്കണം. ഇനി വെള്ളിക്കുളങ്ങര റേഞ്ചിൻ്റെ കീഴിലുള്ള ഈ സ്ഥലം, അത് ഇപ്പോൾ ആദ്യം ഒരു 3 കൊല്ലം മുമ്പ് കുറച്ച് ദിവസം വന്ന് എൻ്റെ ഒരു 17 തെങ്ങ് കളഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പം 2 ആഴ്ചയായിട്ട് 2 ആന സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസവും 4 തെങ്ങ് കളഞ്ഞു. അതും കായ്ക്കുന്ന തെങ്ങാണ്. ഒരു വിധത്തിലും ഇപ്പോൾ ജീവിക്കാൻ പറ്റിയല്ല. ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. ഒരു വേനലായി കഴിഞ്ഞാൽ മാൻ വന്നിട്ട് റബ്ബറിൻ്റെ തൊലി മുഴുവൻ പൊളിച്ചിട്ടുണ്ട്. ആ ഒരവസ്ഥയാണ് ഇവിടെ ആനശല്യം കംപ്ലീറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വട്ടക്കാട് എന്ന് പറയുന്ന പോർഷയുടെ അതിനെപ്പെട്ട കമ്പനിയുടെ സ്ഥലത്താണ്. അവിടെ ആ ഭാഗം ഒന്നെങ്കിൽ ശക്തമായ കൂട്ട് സോളാറോ അങ്ങനെയുള്ള വേലി വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഡ്രഡ്ജ് അത് കുഴിച്ചിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അത്രത്തോളം നാശനഷ്ടമുണ്ട് ഈ ഭാഗത്ത്. ഒരു കാരണവശാലും ഒരു കൃഷിയും ചെയ്യാൻ പറ്റിയല്ല. ഒരു കൃഷി ആൾക്കാരാണ് പേടിച്ച കഴിയുന്നത്. ഓണം എത്തിയതോടെ നേന്ത്രക്കായുടെ വിലവർദ്ധനവ് കല്ലൂർ മേഖലയിലെ വാഴ കർഷകർക്ക് ആശ്വാസമായി. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കല്ലൂർ മേഖലയിലെ ഭൂരിപക്ഷം കർഷകരും കൃഷി ഇറക്കുന്നത്. ആലങ്ങാട് കർഷക സമിതിയിൽ നിന്നും വിപണിയിലേക്ക് എത്തിക്കുന്ന നേന്ത്രക്കായുടെ വില 65 രൂപയാണ്. 2 ആഴ്ച മുൻപ് 40 മുതൽ 45 രൂപ വരെ വിലയുണ്ടായിരുന്ന കായയ്ക്കാണ് 60 രൂപ വരെ എത്തിയതെന്നും കർഷകർക്ക് ഇത് നൽകുന്ന ആശ്വാസം വലുതാണെന്നും ആലങ്ങാട് കർഷക സമിതി പ്രസിഡന്റ് MK ജനാർദ്ദനൻ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷം തെളിഞ്ഞു കാണുന്നു. കുറച്ച് ദിവസം മുമ്പ് 2 ആഴ്ച മുമ്പ് 40-45 രൂപ വിലയുണ്ടായിരുന്ന കായ ഇപ്പോൾ ലേശം വില കൂടിയിട്ടുണ്ട്. അതിലെ എല്ലാ കർഷകരും സന്തോഷകരമാണ്. കാവല്ലൂർ, കള്ളായി, ഭരത, വെള്ളാനിക്കോട്, തൃക്കൂർ, പുളിഞ്ചോട്, പീച്ചാമ്പിള്ളി എന്നിവിടങ്ങളിലെ 295 കർഷകരാണ് സമിതിയിൽ ഉള്ളത്. പ്രളയക്കെടുതി മൂലം മേഖലയിൽ വാഴ കർഷകർക്കുണ്ടായ നഷ്ടം വലുതായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ 40 മുതൽ 45 വരെ വിലമാറ്റമില്ലാതെ തുടർന്നപ്പോൾ കർഷകർ ആശങ്കയിലായിരുന്നുവെന്നും വില ഉയർന്നത് കർഷകർക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നതെന്നും ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി അസിസ്റ്റന്റ് മാനേജർ ആൻ കുഞ്ഞുമോൻ പറഞ്ഞു.
ഇപ്പം വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സമിതിയിൽ നിൽക്കുന്നത്. കാരണം ഇന്നലെ മുതൽ ഇവിടെ കർഷകർക്ക് നേന്ത്രക്കൊല്ലയുടെ റേറ്റ് കൂടുകയും 65 രൂപ വരെ ഇവർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ റേറ്റ് വളരെയധികം കുറവായിരുന്നു. അപ്പോൾ കർഷകർ വളരെയധികം ആശങ്കയിലും ഒക്കെയായിരുന്നു ഈ റേറ്റ് ഇനിയും കൂടുമോ എന്നുള്ളത്. ഇന്നലെയും ഇന്നുമായിട്ട് റേറ്റ് നന്നായി കൂടിയിട്ടുമുണ്ട്. അപ്പം ഈ കർഷകരുടെ മുഖത്തും ഒരു ചിരിയും സന്തോഷമൊക്കെ കാണാൻ സാധിച്ചതിൽ എനിക്ക് പേഴ്സണലി എനിക്കും ഞങ്ങൾക്ക് VFDCക്കും കർഷകർക്കും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട്. തുടർച്ചയായ അതിതീവ്ര മഴയും വെള്ളക്കെട്ടും മൂലം ഏത്തവാഴകൾ നശിച്ചത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് ഭൂരിഭാഗം പേരും കൃഷി തുടങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറായ കർഷകർക്ക് കൃഷിയിലേക്ക് മടങ്ങാൻ പുത്തൻ പ്രതീക്ഷ നൽകുകയാണ് നേന്ത്രക്കായയുടെ വിലക്കയറ്റം. റോബസ്റ്റ, ചെറുകായ, ഞാലിപ്പൂവൻ എന്നിവയ്ക്കും വില ഉയർന്നിട്ടുണ്ട്. ദേശീയപാതയിൽ മണലിപ്പാലത്തിനു സമീപം റോഡിൽ രൂപപ്പെട്ട കുഴി അടച്ചതിൽ അപാകമെന്ന് പരാതി ഉയരുന്നു. അടച്ച കുഴിക്കരിയിൽ ടാറിംഗ് കൂമ്പാരമായി റോഡിൽ തന്നെ കിടക്കുന്നത് അപകട ഭീഷണിയാണ്. ദേശീയപാതയിൽ പലയിടങ്ങളിലും കുഴികൾ അടയ്ക്കുന്നുണ്ട്. എന്നാൽ ഭാരവാഹനങ്ങൾ പോകുന്നതോടൊപ്പം കുഴി ഉള്ളിലേക്ക് അമർന്ന് ഇരുവശവും ഉയർന്ന് പൊന്തി നിൽക്കുകയാണ്. ഇതുമൂലം ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. പകൽ സമയത്ത് പോലും വാഹനം തൊട്ടടുത്തെത്തുമ്പോഴാണ് കുഴി ശ്രദ്ധയിൽപ്പെടുന്നത്. കുഴിയിൽപ്പെടാതെ മറികടക്കുവാനുള്ള ശ്രമത്തിൽ പിറകിൽ നിന്ന് വരുന്ന വാഹനം ഇടിക്കാനും സാധ്യത ഏറെയാണ്. അപകട സാഹചര്യം ഒഴിവാക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ ഓറയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11-ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും. KK രാമേന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ഫാദർ പോൾ തേക്കാനത്ത്, ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ, സിസ്റ്റർ റിൻസി, സിസ്റ്റർ വെൺമ, സിസ്റ്റർ ജിസ് തേരേസ്, മാർസൺ ചെറിയാൻ, വിൻസെന്റ് ചെറിയാൻ എന്നിവർ സന്നിഹിതരാകും. സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും സ്വാധീനം കുട്ടികളിൽ ഏറിവരുന്ന സാഹചര്യത്തിലാണ് ഓറയുടെ റീഹാബിലിറ്റേഷൻ സെന്റർ കുട്ടികൾക്കായി നിർമ്മിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാർസൺ ചെറിയാൻ, ജോൺ, സിസ്റ്റർ ഫിൽന, സിസ്റ്റർ ജിസ് തെരേസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓറ അഗസ്റ്റിനുക്കൻ റിവിറ്റലൈസിംഗ് ഏജൻസി 2008 മുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് സെന്റർ ചിറ്റിശ്ശേരി നടത്തി വരുന്നു. നമ്മുടെ ഇന്ന് വിദ്യാലയങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതായിട്ടും സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടുന്നതായിട്ടൊക്കെ നമുക്കറിയാം. ഇന്ന് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ നിയമാധികാരികൾക്കോ ഒക്കെ ബുദ്ധിമുട്ടുമ്പോഴും ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ശ്രമിച്ചു വരികയാണ്. ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ കോൺഗ്രേഷന്റെ സഹായം 85 സെന്റ് സ്ഥലം നമുക്ക് ഈ ബിൽഡിങ്ങിന് വേണ്ടി ലീസിന് തന്നിരിക്കുകയാണ്. ഈ 85 സെന്റ് സ്ഥലം വന്നിരിക്കുന്നത് നെന്മണിക്കര പഞ്ചായത്തില് ചിറ്റിശ്ശേരിയില് ഈ കോൺവെന്റിന്റെ ചേർന്നുള്ള ലാൻഡിൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മള് ഏകദേശം 16,000 സ്ക്വയർ ഫീറ്റ് ഉള്ള 2 ഫ്ലോർ ആയിട്ടുള്ള 16,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. മലയാളം ചൊല്ലും നാട് കരനീളെ തുമ്പപ്പൂവ് ചിരി തൂകി പഴമകളിരിലെ തിരുവോണം വിടര പൊന്നോണം വരവായി. തിരുവോണനാളിൽ ജില്ലയിലെ വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന തൃക്കാക്കരയപ്പന്മാർ ഒട്ടുമിക്കതും നിർമ്മിക്കുന്നത് കൊടകരയിലാണ്. ഇവിടെയുള്ള 15ഓളം കുടുംബങ്ങളാണ് ഈ വർഷവും മുടങ്ങാതെ തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമായിട്ടുള്ളത്. തിരുവോണ പുലർച്ചെ വീടുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണം ജില്ലയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും കൊടകരയിൽ മെനഞ്ഞെടുക്കുന്നവയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മാളുകളിലേക്കടക്കം ഇവിടെ നിന്നുള്ള തൃക്കാക്കരയപ്പൻ കൊണ്ടുപോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ദേശീയപാതയുടെ സാമീപ്യവും ഇവർക്ക് അനുഗ്രഹമാണ്. കർക്കിടകം പിറക്കുന്നത് തൊട്ട് തന്നെ കൊടകരയിലെ കുമ്പാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും. ഓരോ വീടുകളിലും തൃക്കാക്കരയപ്പന്റെ 100 കണക്കിന് കളിമൺ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് ലഭ്യമാവാതെ വന്നതോടെ ഓട്ടു കമ്പനികളിൽ നിന്ന് അരച്ചെടുക്കുന്ന കളിമണ്ണ് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവയുടെ നിർമ്മാണം. പല വലുപ്പത്തിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും 7 മുതൽ 13 ഇഞ്ച് വരെ ഉയരമുള്ളവയ്ക്കാണ് കൂടുതൽ ഡിമാൻഡുള്ളത്. ഓണത്തിന് 1 മാസം മുൻപേ കച്ചവടക്കാരെത്തി ഓർഡർ നൽകുന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ കുടുംബങ്ങൾ തൃക്കാക്കരയപ്പൻ പണി തീർക്കുന്നത്. വലിപ്പത്തിനനുസരിച്ച് 80 രൂപ മുതൽ 250 രൂപ വരെ വിലയിട്ടാണ് വിൽപ്പന.
മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ നൽകിയാണ് തൃക്കാക്കരയപ്പൻ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ അലങ്കാരങ്ങളോടുകൂടി തൃക്കാക്കരയപ്പൻ നിർമ്മിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലെന്നാണ് ഈ തൊഴിൽ ചെയ്യുന്നവരുടെ പരാതി. യന്ത്രത്തിൽ അരച്ചെടുക്കുന്ന കളിമണ്ണ് ഉപയോഗിച്ച് തൃക്കാക്കരയപ്പന്റെ രൂപം മെനഞ്ഞെടുക്കാൻ മിനിറ്റുകൾ മതിയെങ്കിലും ഇവയ്ക്ക് ഡിസൈൻ നൽകി ഉണക്കി ചായം തേച്ച് തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണം. വെയിലത്ത് വെച്ച് ഉണക്കിയാൽ എളുപ്പം പൊട്ടിപ്പോകുമെന്നതിനാൽ തണലിലാണ് ഇവ ഉണക്കിയെടുക്കുന്നത്. ദൂരെ നിന്നുള്ള കച്ചവടക്കാരുടെ ഓർഡർ പ്രകാരം നിർമ്മിച്ച തൃക്കാക്കരയപ്പന്മാരെ അത്തത്തിനു മുൻപ് തന്നെ ആവശ്യക്കാർ എത്തി കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പോൾ നിർമ്മിക്കുന്നവ പ്രാദേശികമായി വിറ്റഴിക്കാനുള്ളതാണ്. ഓണനാളുകളിൽ വഴിയോരങ്ങളിലിരുന്നാണ് ഇവർ തൃക്കാക്കരയപ്പൻ വിൽപ്പന നടത്തുന്നത്. നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണിനും പെയിന്റിനും വില കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്നാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവർ പരാതിപ്പെടുന്നത്. ശരിക്കും പണി തുടങ്ങാൻ ശരിക്കും 2 മാസമെങ്കിലും ഇന്ന് പണിയത്, 2 മാസം കുറഞ്ഞത്. വ്യത്യാസം വരുമ്പോൾ പണി കൂടുന്നു. ഡിമാൻഡൊക്കെ നമുക്കിപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ ചോദിച്ചു വേണ്ടി ഓർഡർ ഉണ്ട്. മുന്നത്തെ വില തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KC പ്രദീപ്, MK ശൈലജ, TK സതീശൻ, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു എന്നിവർ സംസാരിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുത്തു. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, സജീവൻ മേലേടത്ത്, AG ഷൈജു, ജനപ്രതിനിധികൾ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ, കൃഷി ഓഫീസർ രേഷ്മ, NREG SAE OK വിജയ എന്നിവർ സന്നിഹിതരായിരുന്നു. 60 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. ചെങ്ങന്നൂർ സൗഹൃദം തണൽ ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി മുഖ്യാതിഥിയായി. സൗഹൃദം സെക്രട്ടറി മോഹനൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P ഉമ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് അംഗം സതി സുധീർ, തണൽ പ്രസിഡന്റ് VK വേലുക്കുട്ടി, സെക്രട്ടറി ചാക്കുണ്ണി, ട്രഷറർ ഈനാശു, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് KN മനോജ്, മനാസ് തയ്യിൽ, PC സുബ്രൻ, OP ബാബു, സിംസൺ എന്നിവർ പ്രസംഗിച്ചു. ബാബുരാജന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം അനുമോദനമുണ്ട്. നമ്മുടെ ഈ ചെങ്ങാരൂർ പള്ളിയുടെ വികാരി ഫാദർ ജിജോ മുരിങ്ങത്തേരി അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരൊക്കെ ഈ മുരിങ്ങത്തേരിക്കാരൊക്കെ അവരുടെ വീട്ടുകാരാണ്. എന്നാലും മറ്റുള്ള ചാരിറ്റബിൾ പ്രസ്ഥാനങ്ങളിലൊക്കെ അവശരായ രോഗികൾ, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസ സഹായങ്ങൾ, നിങ്ങൾക്കറിയാം, ഇങ്ങനൊരു യോഗം കുറച്ചുകൂടെ വിപുലപ്പെടുത്തി ഈ വർഷമാണ് നമ്മൾ ചെയ്തത്. ഞാനിവിടെ പഞ്ചായത്തിൻ്റെ മെമ്പറായി വന്ന് ആദ്യത്തെ 2 കൊല്ലങ്ങളിൽ നമുക്ക് കോവിഡിൻ്റെ മഹാമാരി വന്നതുകൊണ്ട് നമുക്ക് വലിയ പരിപാടികളൊന്നും നടത്താൻ സാധിച്ചില്ല. 2020-21 കാലഘട്ടങ്ങളിൽ അങ്ങനെ നമുക്ക് പോയി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ തണൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കലാമേളയും നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ തണൽ അംഗങ്ങളുടെ ഓണാഘോഷവും കലാമേളയും നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. തണൽ 2ാം വാർഡ് പ്രസിഡന്റ് PK ജോസഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ഹോമിയോ ഡോക്ടർ മീനു വയോജനങ്ങൾക്ക് ജീവിതശൈലിയെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ കർഷക അവാർഡ് നേടിയ ജൈവ കർഷകനായ രാജീവ് ചെറായിയെ ചടങ്ങിൽ ആദരിച്ചു. PP ചന്ദ്രൻ, തണൽ ഭാരവാഹികളായ വിൻസെന്റ് പുളിക്കൻ, ജോളി ചുക്കിരി, ഡേവിസ് അക്കര, റപ്പായി തൃക്കൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. അതുകൊണ്ട് വലിയ സന്തോഷം. ഇന്നിപ്പോൾ ഞാൻ ദീർഘമായിട്ട് ക്ലാസ്സൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഡിസ്കഷൻ പോലെ, നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്നോടും എനിക്കറിയാവുന്ന കാര്യം നിങ്ങളോടുമായിട്ടൊരു ഡിസ്കഷൻ പോലെ നമുക്ക് പോകാം. അല്ല, ഞാൻ കുറേ കാര്യങ്ങൾ പറയണു. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സർവീസിലെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച യോഗം സംഘടിപ്പിക്കും.
കൊടകര ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ രാവിലെ 9:15 നടക്കുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. മുടങ്ങിക്കിടക്കുന്ന KSRTC ബസ് റൂട്ടുകളെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്യും. KSRTC സ്റ്റാൻഡുമായും സർവീസിനെ സംബന്ധിച്ചുമുള്ള പരാതികൾ MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായാണ് MLA യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. KSRTC സേവനങ്ങളെ സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് യോഗത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പാലപ്പിള്ളി ശ്രീവാസ് സുപ്രഭ എസ്റ്റേറ്റിലെ ബോണസ് തർക്കം ഒത്തുതീർന്നു. 10% ബോണസാണ് നൽകാൻ ധാരണയായിട്ടുള്ളത്. കഴിഞ്ഞ തവണ 8.33% ഇത്തവണ 1.67% വർധനവാണ് ഉണ്ടാവുക. ഫെസ്റ്റിവൽ അഡ്വാൻസിൽ 1000 രൂപയുടെ വർധനവ് അനുവദിക്കുന്നതിനും തീരുമാനിച്ചു. ജില്ലാ ലേബർ ഓഫീസിൽ 3 തവണ നടന്ന ചർച്ച പരാജയമായിരുന്നു. പിന്നീട് മാനേജ്മെന്റുമായി ആമ്പല്ലൂരിൽ നടന്ന മാരത്തോൺ ചർച്ചയിൽ തീരുമാനമാവുകയായിരുന്നു. ചർച്ചയിൽ മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് PN രാവുണ്ണി, പ്രസിഡന്റ് വസുപ്രദ പ്ലാന്റേഷൻ ലിമിറ്റഡ്, ജ്യോതിഷ് കുമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് PS സത്യൻ, PT ജോയ്, CITU, ആന്റണി കുറ്റൂക്കാരൻ, ആലിക്കുട്ടി ചെമ്പൻ, INTUC, TK സുധീഷ്, KK രവി, AITUC, MK ഉണ്ണികൃഷ്ണൻ, സലീഷ് AS, BMS എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തും സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായുള്ള ആയുഷ് മെഗാ ക്യാമ്പ് ബുധനാഴ്ച സംഘടിപ്പിക്കും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ അധ്യക്ഷത വഹിക്കും. രാവിലെ 10 വരാക്കര ഡൊമിനിക് സാവിയോ ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കുക. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക വികസന സമിതി 2021 ജൂലൈ 15 മുതൽ 2024 ജൂൺ 27 വരെ അംഗീകരിച്ച 69 പേർക്ക് കർഷക പെൻഷൻ ലഭിക്കാത്തതിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കാർഷിക വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയതിനു ശേഷം മാത്രമാണ് പെൻഷൻ ലഭിച്ച് തുടങ്ങുകയുള്ളൂവെന്ന് യോഗത്തിൽ വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ കർഷകർക്ക് കാലതാമസം കൂടാതെ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം കാർഷിക വികസന സമിതി അംഗീകരിച്ച തീയതി മുതൽ വരുന്ന പെൻഷൻ കുടിശ്ശിക അനുവദിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിലെ ഡിവിഷണൽ പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഇന്റേൺഷിപ്പിന് അവസരം. ജില്ലയിൽ 2 പേർക്കാണ് അവസരം. വിദ്യാഭ്യാസ യോഗ്യത ബിരുദം, പ്രായപരിധി 29 വയസ്സ്. ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാൻ മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ സർക്കാർ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 6282296002, അടുത്ത നമ്പർ 9188928434. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ ബ്രാഞ്ചുകളിൽ ഒഴിവുകളുണ്ട്. ബിടെക് സീറ്റുകളിലേക്ക് സെപ്റ്റംബർ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. +2 പാസ്സായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകേണ്ടതാണ്. സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 7025630001, അടുത്ത നമ്പർ 7025630002. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. തലോർ പരേതനായ ഇടുത്തൻ കുര്യപ്പൻ ഭാര്യ കൊച്ചുത്രേസ്യ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് തലോർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. അജിത, ഫ്ലോജി എന്നിവർ മക്കളും ജോയ്സ് കൊമ്പൻ, റെജി കോടങ്കണ്ടത്ത് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. ഓണമെത്തിയതോടെ നേന്ത്രക്കായുടെ വിലവർദ്ധനവ് കല്ലൂർ മേഖലയിലെ വാഴ കർഷകർക്ക് ആശ്വാസമായി. ആലയങ്ങാട് കർഷക സമിതിയിൽ നിന്നും വിപണിയിലേക്ക് എത്തിക്കുന്ന നേന്ത്രക്കായുടെ വില 65 രൂപയായി. ദേശീയപാതയിൽ മണലി പാലത്തിനു സമീപം റോഡിൽ രൂപപ്പെട്ട കുഴി അടച്ചതിൽ അപാകമെന്ന് പരാതി ഉയരുന്നു. അടച്ച കുഴിക്കരികിൽ ടാറിംഗ് കൂമ്പാരമായി റോഡിൽ തന്നെ കിടക്കുന്നത് അപകട ഭീഷണിയാണ്.
കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ ഓറയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷവും മുടങ്ങാതെ തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമായി കൊടകരയിലെ കുംഭാര സമുദായം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.